യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ഇതുണ്ടോ, ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഭൂതത്താൻകെട്ടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ പിണ്ടിമന എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് കേട്ടോ ഈ ഭൂതത്താൻകെട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന പെരിയാറിന് കുറുകെയുള്ള ഈ ഡാമാണ് ഈ ഭൂതത്താൻകെട്ട് ഡാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോവാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോതമംഗലം തട്ടേക്കാട് റോട്ടിൽ കീരമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണ് കേട്ടോ, ഇടമലയാർ റൂട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ. പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂതത്താൻകെട്ട് ബാരേജ്. അയ്യോ, ഹമ്പുണ്ടായിരുന്നു, അത് കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നതിന്, ഈ ബാരേജിൻ്റെ സൈഡിലോട്ട് വരുന്നതിന് ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാർക്കുണ്ട്. അപ്പോൾ പാർക്ക്, അതുപോലെ തന്നെ ഈ നേരെ കാണുന്ന ഡാം. അപ്പോൾ ആ ഡാമിൻ്റെയൊക്കെ സൈഡിലോട്ട് വരുന്നതിന് ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. അതുപോലെ തന്നെ ബൈക്കിന് 5 രൂപയും. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാസ്സാണ് കേട്ടോ, ടിക്കറ്റ് ചാർജാണ്. അതുപോലെ തന്നെ നമുക്കിനി ആ പഴയ ഡാം, അതായത് ഭൂതങ്ങൾ കെട്ടി എന്ന് പറയുന്ന ആ ഒരു ഡാമിൻ്റെയൊക്കെ സൈഡിലോട്ട് പോകുന്നതിന് അവിടെയും വനവകുപ്പിൻ്റെ, ഫോറസ്റ്റിൻ്റെ ഒരു പാസും കൂടി നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഏരിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ, അവരുടെ ആ പാസ്സാണ് നമ്മൾ എടുത്തത്. അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കളറൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചേക്കാണ്. പെരിയാർ നദീതട ജലസേചന പദ്ധതി എന്ന പേരിൽ 1957 കേട്ടോ ഈ ഭൂതത്താൻകെട്ട് അണക്കെട്ട് പണി തുടങ്ങിയത്. 1964 കമ്മീഷൻ ചെയ്തത്. അണക്കെട്ടിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള PWD ആണ് കേട്ടോ. ഇത് കണ്ടോ, ഷട്ടർ ദേ ഈ ലെവല് വെള്ളം നിൽക്കുകയാണേ. ഇതുണ്ടോ, ദേ നേരെ താഴെ ഉണ്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കാണ് വെള്ളം അപ്പുറത്തോട്ട് പോകുന്നത്. ഇതുണ്ടോ, അങ്ങ് മാറി ഒരു വാച്ച് ടവർ ഉണ്ട് ആ സൈഡിലായിട്ട്. ഇതുണ്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പെരിയാറിൻ്റെ ഭംഗിയൊന്ന് നോക്കി, എന്താ രസം. നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് കണ്ടോ, നേരത്തെ ഇതുവഴിയായിരുന്നു വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇപ്പോൾ അതിന് പകരമായിട്ട് ഇതേ ഒരു പുതിയൊരു പാലം പണിതേക്കെന്ന് നോക്കി. ഇത് പുതിയ പാലമാണേ, ഇത് ഈ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പുതിയ പാലത്തിലോട്ട് കയറുക കേട്ടോ, ഭൂതത്താൻകെട്ട് പുതിയ പാലം. ഉണ്ടോ, പെരിയാറിന് കുറുകെ ഒരു പാലം വരുന്നത് ഗംഭീരം തന്നെയാണ്. അതുമാത്രമല്ല, ഈ സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ആ ഡാമിൻ്റെ ഭംഗിയൊന്ന് നോക്കിയേ. ആ കളർഫുള്ളാണ് സംഭവം. ഈ പാലം ഇറങ്ങി വരുമ്പോഴത്തേക്കും ഉണ്ടോ, ഇവിടെ ഒരു അമ്പലം കാണാം ഈ സൈഡിലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ടീ ഷോപ്പ് കാണാം. ഇടമലയാർ ജലസേചന പദ്ധതി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, അതാണ് കേട്ടോ ഈ നേരെ കാണുന്നത്. അതാണ് ഞാൻ ആദ്യം നമ്മൾ കണ്ട ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. നമുക്കിവിടെ എവിടെയാണ് ടിക്കറ്റ് എടുക്കണതെന്ന് നോക്കാവേ. നമ്മൾ ഇവിടുന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്, ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് 50 രൂപയാണ് കേട്ടോ. ക്യാഷ് അലൗഡ് അല്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റിലോട്ട് കയറാൻ പോവാം കേട്ടോ. അതിൻ്റെ ഈ സൈഡിലായിട്ട് ചെറിയൊരു ഏറുമാടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചീവീടിൻ്റെ സൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അതുമാത്രമല്ല, പുറത്തൊക്കെ അന്യായ ചൂടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു നല്ലൊരു തണുപ്പ്. നമുക്ക് ഈ നടക്കുന്ന വഴിക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഇതുപോലുള്ള ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് എടുത്ത് പോവും, ഇച്ചിരി നടപ്പ് കൂടുതലുണ്ട്. ഒരു മലയെണ്ണാൻ ചാടി പോകണം കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? തീ പോകുന്നു. ഒരു ഭീതി തോന്നുന്ന
ഒരു കാടാകട്ടെ ഇത്. മഴക്കാടെന്നൊക്കെ പറയില്ലേ. നമ്മൾ ഈ യാത്രയിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ശരിക്കും ഒരു ചെറിയ പേടി പോലെയൊക്കെ തോന്നാം. ഇടയ്ക്ക് ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ടേ. ഇപ്പോൾ ഈ മഴക്കാല സമയത്തൊക്കെ ഇത് കണ്ടോ, ഇതിന് താഴെ കൂടി ഉറവ, അതായത് ചാലുള്ള വെള്ളം പോകുന്ന വഴിയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പാലത്തിൽ കൂടിയാണ് നടന്ന് നമുക്ക് ഇപ്പുറത്തോട്ട് എത്തേണ്ടത്. ഇതുണ്ടോ, ഒരു ചെറിയ മരം വീണ് കിടക്കുന്നതാണ്, അതൊരു പാലമായി. ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു ചെറിയ ഗുഹയുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്ന മുകളിലായിട്ട്, ഈ പാറയുടെ സൈഡിലായിട്ട്, അതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. ഇതൊക്കെയും നമ്മൾ കയറുന്നില്ല. ഇവിടെയും ആ സൈഡിലൊക്കെ ആയിട്ട് ഊഞ്ഞാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് പെരിയാറിൻ്റെ ആ തീരത്തെത്തി. അവിടെ ആരൊക്കെയോ ഉണ്ട്. ഈ കഥയിൽ ചോദ്യമില്ല, എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളത് ചോദിക്കരുത്. കഥ മിത്താണ്, ഐതിഹ്യമാണ് കേട്ടോ. അതായത് പരമശിവനും പാർവതിയായിട്ട് കൈലാസത്തിൽ ജീവിക്കുമ്പോൾ അവർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പഴക്കം ഉണ്ടായി. വഴക്ക് മൂത്ത ശിവൻ കൈലാസം ഉപേക്ഷിക്കുന്നു, അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നു. എങ്ങനെയാണ് ദൈവങ്ങൾ പോകുന്നത്? ഇന്നോക്കാറിലാണോ? പ്ലെയിനാണോ? അപ്രതീക്ഷിതമാകുന്നു, പ്രതീക്ഷമാകുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നു. കോതമംഗലത്തിന് സമീപം തൃക്കാരൻ സ്ഥലമുണ്ട്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വന്ന് തപസ് ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞിട്ട് ദേവൻ കൈലാസയിലില്ല. ദേവനില്ലാത്ത കൈലാസം ശൂന്യമാണ്, അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ദേവിക്കാകാൻ സങ്കടമായി, വിഷമായി. ദേവൻ ഇറങ്ങി തിരിച്ചപ്പോൾ രണ്ട് കാരണത്താൽ ദേവി തടഞ്ഞില്ല. ഒന്നാമത്തെ കാരണം പുള്ളിയെ സംബന്ധിച്ചോളം ചിത്രകോപിയാണ്, മുൻകോപിയാണ്. പുള്ളി ദേഷ്യപ്പെട്ട എന്ത് സംഭവിക്കില്ല, തൃക്കണ്ണ് തുറന്ന് ഭസ്മായി പോകും. അത് കാരണം സ്വന്തം ഭാര്യയായ ദേവിക്ക് പേടിയാണ്. ഭാര്യ എന്നുള്ള പരിഗണന ചിലപ്പോൾ കിട്ടുന്ന പറഞ്ഞില്ല. രണ്ടാമത്തെ കാരണം 2-3 ദിവസം കഴിയുമ്പോഴെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകും. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് വന്നില്ല. ദേവിക്കാകെ സങ്കടമായി, വിഷമായി. എങ്കിലും 2-3 മാസം കടന്നുപോയി. 2-3 ദിവസങ്ങൾ ക്ഷമിക്കുക, എവിടെയെങ്കിലും പോയി അന്വേഷിക്കാമെന്ന് സ്വയം തീരുമാനം ദേവി എടുത്തു. അങ്ങനെ പെട്ടെന്ന് 2-3 ദിവസം കടന്നുപോയി. പല ദേശങ്ങളും പല ദിക്കുകളും പോയി അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. അവസാനമായി തൃക്കാരൻ സ്ഥലത്തുണ്ട്. ചെന്ന് വിളിക്കാൻ ഭയം. എന്താ ഒരു വഴി? ദേവി ഇങ്ങനെ പെരിയാറിൻ്റെ തീരത്തൂടെ നടന്നു വന്ന് ഈ ഭാഗത്തൊപ്പം നാച്ചലായ പാറ നടുക്ക്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെള്ളം ഒഴുകും. ദേവി കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് പെരിയാർ കുറുകെ അണ തീർക്കുകയെന്ന്. ഈ അണ ഉദ്ദേശം പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കിണർ കണ്ടോ? ആ കിണർ സൈഡിൽ കൂടെ തോട് ഒഴുകുന്നുണ്ട്. ആ തോട് ചെന്ന് അവസാനിക്ക് തൃക്കാരൂർ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ദേവി ഇരുന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ പാളരിപ്പൂർ കപ്രിക്കാട് മലയാറ്റപ്പള്ളി കാലടിക്ക് ആലുവയ്ക്ക് പോകുന്ന വെള്ളം വൻ ശക്തിയോടെ ഇവിടുത്തെ ഡാം തീർത്തൊരു ചെറു തീർത്താൽ വൻ ശക്തിയോടെ ചെന്ന് കഴിഞ്ഞാൽ തൃക്കാർ ക്ഷേത്രം വെള്ളത്തിനടിയിലായി പോകും. പിന്നെ കോതമംഗലം പട്ടണം വെള്ളത്തിലായി. വലിയ സന്തോഷമായി ദേവിക്കും. ഇത് എത്രയും പെട്ടെന്ന് കെട്ടണം. എങ്ങനെ അത് കെട്ടുന്നത്? സ്വന്തമായി കെട്ടാൻ കഴിവില്ലാത്ത പാർവതി ദേവി ഭൂതഗണങ്ങളെ എല്ലാത്തിനും വിളിച്ചു കൂട്ടി. അവരെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞ് നമുക്ക് പെരിയാർ കുറുകയാണ് നിൽക്കുന്നത്. ഭൂതങ്ങളെ സംബന്ധിച്ചോളം ത്രിസംഗ സ്വർഗത്തിലായി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. കളിക്കുന്ന ഭഗവാൻ ശിവനോട്. ശിവൻ്റെ സൈന്യങ്ങളാണ് ഭൂതങ്ങൾ. അവർക്കും ദേവിയുടെ ഓർഡർ ആയതുകൊണ്ട് അനുസരിക്കാൻ പറ്റില്ല. മനസ്സുള്ള ഇവർ പറഞ്ഞ് ഞങ്ങൾ കെട്ടാം. പക്ഷേ കെട്ടുന്നതിന് പ്രത്യേകമുണ്ട്. രാത്രിക്കാണ് ശക്തി. ഒരു ദിവസമേ കെട്ടുള്ളൂ എന്നാണ് എഗ്രിമെൻറ്റ്. ഈ കാണുന്ന പോലെ കല്ലുകൾ കെട്ടി അപ്പുറത്തും കെട്ടി ഇപ്പുറത്തും കെട്ടി അങ്ങേറ്റത്ത് കാണുന്ന ഗ്യാപ്പ് മാത്രം അടയ്ക്കാനുള്ളൂ. എങ്കിലും ദേവൻ കണക്കൂടി ദേവി ദേഷ്യപ്പെട്ടാണല്ലോ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ദേവനിങ്ങനെ ദേവിക്ക് ദൃഷ്ടി നോക്കിയപ്പം ദേവി ഇങ്ങനെ ഭൂതങ്ങളെ പറഞ്ഞ് ഡാം തീർത്തോണ്ടിരിക്കുക, ചെറു തീർത്തോണ്ടിരിക്കുക. ഇത് പുള്ളിക്കാരന് മനസ്സിലായ ഒരു ഭാര്യ ദേവി തന്നെയാണ്. ഇതൊരു ഭാര്യയാണ് നമുക്ക് പുള്ളിക്കാരന് മനസ്സിലായി. അപ്പം ഇത് എത്രയും പെട്ടെന്ന് അടഞ്ഞില്ല എന്ത് സംഭവിക്കും? കോതമംഗലം പ്രദേശം വെള്ളത്തിൽ നശിക്കും, തൃക്കാർ ക്ഷേത്രം വെള്ളത്തിൽ നശിക്കും. പുള്ളിയുടെ താമസം മുടങ്ങും. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പുള്ളി പരാജയപ്പെടും. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ പരാജയപ്പെടുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും അത്ര ഇഷ്ടമുള്ള കേസിട്ട് ഉള്ളവരും കാണുമല്ലേ. ബുദ്ധിമാനായ പരമശിവൻ ആ തൃക്കാർ ഭാഗത്ത് നടന്നു വന്ന് ആ ഗ്യാപ്പ് അടയ്ക്കാനുള്ള 12 കല്ലുകൾ അവിടെ കൂട്ടി ആ കല്ലിൻ്റെ മണ്ടയ്ക്ക് കിടക്കുന്ന സൈറ്റെല്ലാം വീക്ഷിച്ചു. പണിയെല്ലാം ശ്രദ്ധിച്ചത് പൂർത്തീകരിക്കുന്നു തോന്നിയപ്പോൾ പെട്ടെന്ന് ഷേപ്പ് മാറി, രൂപം മാറി. നല്ല അഴകുള്ളൊരു പൂവൻ കോഴിവത്തിന് ഷേപ്പ് മാറി. ഇതീ തലവരായ ഒരു ഭൂതം നോക്കുമ്പം അഴകുള്ളൊരു കോഴിപ്പം നോക്കുന്നു. 3 പ്രാവശ്യം ചിറകട്ടടിച്ച് കോഴിയായിട്ട് നീട്ടി ഞങ്ങൾ കൂവി. കോഴി കുഞ്ഞ് സാധാരണ നേരം വെളുത്തു നമുക്ക് ഈ പണി പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോയ സ്ഥലത്തിലാണ് ഭൂതത്താങ്കെന്ന് പേര് വന്ന്. ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഫ്രണ്ട്സ്, അപ്പോൾ നല്ലൊരു മഴ വരുവാട്ടോ. നമ്മളെന്തൊക്കെയായാലും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഭൂതത്താൻകെട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മുടെ ചേട്ടായി നമുക്ക് പറഞ്ഞു തന്നു.
അപ്പോൾ അതുമൊക്കെ അറിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ.